ഇതിപ്പോൾ എന്താ പറയുക, കാര്യം കഴിയുമ്പോഴും നാരായണ, കാര്യം കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറയുന്ന ഒരു പരിപാടിയല്ലേ ഇത്, അല്ലേ? കാരണം നേരത്തെ ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറയുന്നത് കേട്ടു, മാധ്യമങ്ങളെടുത്ത് പറയുന്നത് കേട്ടു, മാധ്യമങ്ങളല്ല ഞങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങൾ പാർട്ടിക്കാരാണ് തീരുമാനിക്കുന്നത്, MLA-മാരാണ് തീരുമാനിക്കുന്നത്. അതൊക്കെ ആയിക്കോട്ടെ, MLA-മാർ തീരുമാനിച്ചോട്ടെ, അല്ലാണ്ട് മാധ്യമങ്ങളോ ജനങ്ങളോ ഒന്നും തീരുമാനിക്കില്ല. പക്ഷേ ഈ MLA-മാരെ കൊണ്ട് തീരുമാനിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കിയത് മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. പ്രധാന പങ്ക് അറിയാലോ, ജനാധിപത്യം എന്ന് പറയുന്നത് അറിയാലോ എന്താണ്. ജനങ്ങൾ ആണ് ഈ വോട്ട് ചെയ്തിട്ട് MLA-മാരെ തിരഞ്ഞെടുത്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആരെങ്കിലെയൊക്കെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയാക്കാനോ പാർട്ടിയുടെ തീരുമാനം മാത്രം നടപ്പിലാക്കാനൊന്നുമില്ല. അങ്ങനെ നടപ്പിലാക്കിക്കോ, പക്ഷേ നടപ്പിലായാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പാർട്ടി ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ടല്ലോ, അപ്പുറത്ത് വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഈ പാർട്ടിയും അതുപോലെ വരും. NDA നല്ലത് ചെയ്താലും UDF നല്ലത് ചെയ്താലും LDF നല്ലത് ചെയ്താലും അത് അതിനനുസരിച്ച് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മോശം കാര്യം, ജനങ്ങൾക്ക് ഹിതമല്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. 5 വർഷമാണ് ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് ഇടയിലുള്ള ഒരു കാലാവധി. ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസംബ്ലിയിൽ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന MLA-മാർക്ക് അവരുടെ ഒരു പിന്തുണ ഇപ്പം മന്ത്രിമാർക്ക് ഉള്ള, അല്ലെങ്കിൽ ഒരു സർക്കാരിന് അനുകൂലിച്ചിട്ടുള്ളൊരു പിന്തുണ അവർക്ക് വേണമെങ്കിൽ പിൻവലിക്കാം. ഈ പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അടുത്ത ഒരു പ്രൊസീഡിങ്സിലേക്ക് പോകും. ഈ ഒരു പ്രിവിലേജ് നമുക്ക് ജനങ്ങൾക്കില്ല. ജനങ്ങൾ ഒരു തവണ വോട്ട് ചെയ്താൽ 5 വർഷം സഹിച്ചേ പറ്റൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നിയമം മാറ്റി എഴുതേണ്ട ഒരു സമയം കഴിഞ്ഞു. ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഒരു വോട്ട് ചെയ്തു എന്ന് കരുതി ഒരു 5 വർഷം പിന്നെ സഹിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ച് ഒരു മുന്നണിയെ കൊണ്ടുവന്നു എന്നതിനേക്കാൾ ഉപരി ഇതിനു മുമ്പുണ്ടായിരുന്ന മുന്നണിയെ അവർ വല്ലാതെ വെറുത്തുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ LDF മാറി UDF ഇപ്പോൾ ഭരണത്തിലേക്ക് വന്നേക്കുന്നത്. അല്ലാണ്ട് UDF-നോടുള്ള അമിതമായ താല്പര്യവും ആഗ്രഹവും കൊണ്ടൊന്നുമല്ല. തമ്മിൽ ഭേദം ഇവരാണോ എന്നുള്ളൊരു തോന്നലും, ഇനി എന്തായാലും 10 വർഷം വരുന്നതല്ലേ, ഇനി വേണ്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധാർഷ്ട്യത്തോടുകൂടി അത് ഏത് പാർട്ടി ആയാലും, LDF ആയാലും UDF ആയാലും, ജനങ്ങളോട് മര്യാദയില്ലാതെ പെരുമാറിക്കഴിഞ്ഞാൽ അത് വീട്ടിലിരിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, കടക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഏത് പാർട്ടി ആയാലും, അത് LDF എന്നല്ല. ഇപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പോൾ പല MLA-മാരും ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ UDF-ൻ്റെ പലരും, എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, പലരും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാധ്യമങ്ങളെടുത്ത് പറയുന്നത് ജനങ്ങളടുത്ത് പറയുന്ന പോലെയാണ്. കാരണം ജനങ്ങളാണല്ലോ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇടുന്നത്. സോഷ്യൽ മീഡിയ അല്ല തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ 102 UDF MLA-മാർ, 102 പേര് UDF-ന് MLA-മാരായിട്ട് വന്നേക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയുള്ളൊരു പ്രചരണം തന്നെയാണ്, ജനങ്ങളുടെ പ്രചരണം തന്നെയാണത്. അല്ലാണ്ട് പാർട്ടി പ്രവർത്തനം മാത്രമൊന്നുമല്ല അത്. സാധാരണ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ പറയാനുള്ളൊരു സാഹചര്യമുള്ളൂ. അല്ലാണ്ട് എല്ലാവരുടെ വീട്ടിൽ വന്നിട്ടോ, അല്ലെങ്കിൽ എല്ലാ MLA-മാരുടെയും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് പറയുക. അപ്പോൾ അതൊന്നും കണക്കിലെടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് നമുക്കും കണക്കിലെടുക്കാൻ പറ്റില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ സർക്കാർ വേണ്ടത്, അല്ലാതെ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും അങ്ങനെ തന്നെ വരണം. ഈ KC വേണുഗോപാൽ തന്നെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. 8 നിലയിൽ പൊട്ടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, വേണ്ടായിരുന്നു, നമ്മളുടെ തീരുമാനം തെറ്റിപ്പോയി എന്നുള്ളത്. പുള്ളിക്കാരനും മനസ്സിലാവും. പുള്ളിക്കാരന് അപ്പം നാണം വരുമെന്ന് നമുക്കറിയില്ല. നാണമുള്ള ഒരാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിന് നിൽക്കില്ലല്ലോ. ഓൾറെഡി MP ആയിട്ടുള്ള ഒരാൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ ജയിച്ച് ഏത് കോൺസ്റ്റിറ്റ്യുവൻസിലാണോ നിൽക്കുന്നത് അവിടെ ജയിച്ച് വന്ന ഒരു MLA ഇനി രാജിവെക്കണം, അല്ലേ? അവിടെ ഇലക്ഷൻ നടത്തണം, അല്ലേ? ഇലക്ഷൻ നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. 6 മാസത്തിനുള്ളിൽ പുള്ളി ജയിക്കണ്ടേ? ആ ജയം എന്ത് തന്നെയാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കെന്നല്ല, അത് പൊട്ടിച്ചു കൊടുക്കും എന്ത് തന്നെ ആയാലും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസിനോടോ അല്ലെങ്കിൽ UDF-നോടുള്ള ഒരു മമതയൊന്നുമല്ല UDF ഇത്രയും സീറ്റ് കിട്ടി ഭരണത്തിലേക്ക് വരാനുള്ളൊരു കാരണം. അത് LDF-ൻ്റെ ധാർഷ്ട്യവും അവരുടെ കപ്പിത്താൻ്റെ മുൻചുണ്ടിയും പ്രശ്നങ്ങളും കാരണം തന്നെയാണ്. അല്ലാണ്ട് ആ പാർട്ടിയോടുള്ള വിരോധം എന്നുള്ളതല്ല. പാർട്ടിയുടെ പോക്ക് അത്ര നല്ലതായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഗസ്സാണ്,
എനിക്ക് തോന്നുന്നത് മിക്കവാറും ചീഫ് മിനിസ്റ്ററായിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല വരാൻ സാധ്യതയുണ്ട്. എന്നാലും പോട്ടെ, പുള്ളി ഇലക്ഷന് നിന്നതാണ്, പോട്ടെ എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ ആഭ്യന്തരം എടുക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു ഗസ്സാണ്, നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെ വരും എന്നുള്ളത്. അങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു കണക്കിന് കഴിച്ചിട്ടായാലും ഒന്ന് ഇറക്കാം. കാരണം പുള്ളി വോട്ടിൽ നിന്നു, സീനിയോറിറ്റി ഉണ്ട്. സീനിയോറിറ്റി എന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരു കെൽപ്പില്ലാത്തതും അല്ലെങ്കിൽ ഭയങ്കര അധികാരമോഹമായിട്ട് നടക്കുന്ന ആൾക്കാരെ ഒന്നും ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം മുന്നോട്ട് കേരളത്തെയും ജനങ്ങളെയും നയിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കാനും പറ്റുന്ന ബോധവും ഒക്കെ ഉള്ള ഒരു വിവേകവും ഒക്കെ ഉള്ള ഒരു നേതാവായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ് വരേണ്ടത്. അതെല്ലാ പാർട്ടിയിലും വേണം. അല്ലാണ്ട് കുറേ പ്രായമുള്ള ആൾക്കാർ, ഞാൻ ഇത്ര സീനിയറാണ്, ഞാൻ ഇത്ര വർഷമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന ആളാണ്, ഞാൻ ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല, എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് പാർട്ടിയിലുള്ള ആൾക്കാരായാലും, അല്ല നമ്മൾ ഇന്ന പാർട്ടി എന്നല്ല പറയണത്. ഇതിപ്പോൾ പുള്ളി വന്ന് നോക്കട്ടെ, നമുക്കറിയാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. മണ്ണും ചാരി ഇന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് നോക്കാം.